അപ്പൊ നമ്മൾ എന്ത് ചിന്തിച്ചു? ആകയാൽ എവിടെ കയറി നിങ്ങൾ അങ്ങനെ കയറി പിതാവിന്റെ അടുക്കലേക്ക് ഏക ആത്മാവിനാൽ കയറിയിരിക്കുന്നത് കൊണ്ട് ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല. കൈയെടുത്ത് പറഞ്ഞ അന്യന്മാരും പരദേശികളും അല്ല. പിന്നെ ആരാണ് നിങ്ങൾ? വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും. വിശുദ്ധന്മാരുണ്ടെങ്കിൽ അവരുടെ കൂടെ സഹപൗരന്മാരായി ദൈവം നിങ്ങളെ കണ്ടു. ദൈവത്തിന്റെ ഭവനക്കാരും. ദൈവത്തിന്റെ ഭവനക്കാർ. ദൈവത്തിന്റെ ഭവനത്തിനകത്ത് വസിക്കുന്നവർ ആരെ പോലെ ആയിരിക്കും? ദൈവത്തെ പോലെയായിരിക്കും. ദൈവത്തിന് ഭവനം ഉണ്ടോ? ആമേൻ. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യം എന്താണ് പറയുന്നത്? പുറപ്പാട് പുസ്തകം 25:8. ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അവർ എനിക്ക് എന്ത് വേണം? ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഞാൻ എന്റെ ദൈവ മക്കളുടെ കൂടെ വസിക്കണമെങ്കിൽ എനിക്കൊരു മന്ദിരം വേണം. എന്റെ താല്പര്യം എന്റെ മക്കളുടെ കൂടെ എനിക്ക് ജീവിക്കണമെന്നാണ് പിതാവ് പറയുന്നത്. ആ പിതാവാകുന്ന ദൈവം പറയുകയാണ്, എനിക്ക് അവരുടെ ഇടയിൽ ഇറങ്ങി വരണമെങ്കിൽ ഒരു വിശുദ്ധ മന്ദിരം അവരുണ്ടാക്കണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും ദൈവത്തിന്റെ പ്ലാനിനകത്ത് വേണം അതുണ്ടാക്കണം. കാര്യം ഞാനാണ് അവിടെ വന്ന് പാർക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്ലാനിൽ കെട്ടുന്ന മന്ദിരത്തിനകത്ത് മാത്രമേ ഞാൻ വരുത്തുള്ളൂ. ഒരാമേൻ പറഞ്ഞേ. ഇന്ന് പകല് അതിനകത്തൊരു ദൂത് കൂടെ ഞാൻ പറയാം. ദൈവത്തിന്റെ പ്ലാനിനകത്ത് നിന്നെ വരച്ചാക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്ലാനിനകത്ത് മാത്രമേ ദൈവം വന്ന് വസിക്കത്തുള്ളൂ. നിന്റെ പ്ലാനിനകത്ത് ദൈവം വരത്തില്ല. നീ വരച്ച പ്ലാനിനകത്ത് ദൈവമേ ഇതിനകത്ത് വന്ന് നിൽക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും വരത്തില്ല. ദൈവത്തിന്റെ പ്ലാൻ. ഇന്ന് ദൈവസഭയെ തെരഞ്ഞെടുത്തു, ദൈവത്തിന്റെ മക്കളെ തെരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുത്ത മക്കൾ ദൈവസഭ പണിയുമെന്ന നിശ്ചയമായി ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തത്. ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ ആലയപ്പണിക്ക് വേണ്ടി ദൈവം നിങ്ങൾ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. അപ്പൊ നോക്കണം, ദൈവം വസിക്കേണ്ടതിനും ദൈവത്തിന്റെ മക്കളുടെ കൂടെ ജീവിക്കേണ്ടതിനും ദൈവം ഒരു പ്ലാൻ കൊടുത്ത് ഒരു മന്ദിരത്തെ, ഒരു ആലയത്തെ ഉണ്ടാക്കി ദൈവം ആലയത്തിലേക്ക് വന്ന് വസിച്ചു. അത് പഴയ നിയമത്തിൽ അങ്ങനെ വസിക്കാൻ ദൈവം ആഗ്രഹിച്ചു. കാര്യം ദൈവത്തിന് ഒരു കുടുംബം ഉണ്ട്, ദൈവത്തിന് ഒരു ഭവനം വേണം. ദൈവം അങ്ങനെ ഭവനമില്ലാതെ അലഞ്ഞതുകൊണ്ട് നമ്മളൊരു ഭവനം കെട്ടിക്കൊടുക്കാം എന്ന് ചിന്തിച്ച് കളയരുത്. ദൈവം പറയാണ്, ഞാനൊരു പ്ലാൻ തന്നാൽ ആ പ്ലാനിലൂടെ എന്ത് ചെയ്യാം? ഞാനൊരു ഭവനം പണിയാൻ പറയുന്നു, അത് നിങ്ങൾ പണിയണം. അങ്ങനെ പണിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അതിലെന്ത് ചെയ്യും? ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം.